ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ നടുങ്ങിയിരിക്കുകയാണ് രാജ്യം. ചെങ്കോട്ടയ്ക്ക് സമീപമാണ് ഇന്നലെ വൈകിട്ടോടെ സ്ഫോടനം ഉണ്ടാകുന്നത്. മെട്രോ സ്റ്റേഷന് സമീപം നിർത്തിയിട്ട കാറാണ് പൊട്ടിത്തെറിച്ചത്. നിലവിൽ ഇപ്പോൾ 8 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക് ആദ്യം. രാജ്യത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായ സ്ഫോടനം. സ്ഫോടനത്തിന്റെ ശബ്ദം 2.5 കിലോമീറ്ററോളം അകലെ വരെ കേട്ടു. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറാണ് പൊട്ടിത്തെറിച്ചത്. കാറിന് സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളും തീപിടിച്ച് പൂർണ്ണമായും തകർന്നു. ഹരിയാന രജിസ്ട്രേഷനിലുള്ള HR-26 എന്നെഴുതിയ വാഹനമാണ് പൊട്ടിത്തെറിച്ചത്. നദീം ഖാൻ എന്നയാളുടെ പേരിലാണ് വാഹനമെന്നാണ് സൂചന. വാഹന ഉടമയെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാറിന്റെ ആദ്യ ഉടമയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രി തന്നെ സ്ഫോടനം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. റോഡിന് നടുവിലാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനമുണ്ടായ ഉടനെ ആളുകൾ ചിതറിയോടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത്. മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും പ്രധാന സ്ഥലങ്ങളിലെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. മുംബൈ, ലക്നൌ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പരിശോധന ശക്തമാക്കി. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.